നമ്മളിപ്പോൾ ചെയ്തത് വളരെ സിംബോളിക്കായിട്ടുള്ള ഒരു അക്രമമാണ്. ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ എതിർക്കാൻ കഴിയില്ല, നമുക്കെതിരായിട്ട് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഭാരതത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും അത് പുരാണത്തിലായാലും ശരി, ചരിത്രത്തിലായാലും ശരി, വർത്തമാന കാലഘട്ടത്തിലായാലും ശരി, ഒരു സ്ത്രീയുടെ സിന്ദൂരം മായ്ക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത്. അത് പുരാണ കാലഘട്ടത്തിലായാലും ചരിത്രത്തിലായാലും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലായാലും അതിന് പകരം ചോദിക്കുക എന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യം മാത്രമാണ് നാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ്, ഭാരതത്തിൻ്റെ അഭിമാനമാണ്, യാതൊരു സംശയവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഒരു നുണ മാത്രം പറയുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് തെളിഞ്ഞില്ലേ? ഇപ്പം ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ തെമ്മാടി രാഷ്ട്രം, നിങ്ങളൊരു തെമ്മാടി രാഷ്ട്രമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടില്ലേ? ആരെങ്കിലും സഹായിക്കാൻ വന്നോ? പാകിസ്ഥാൻ എന്താ വിചാരിച്ചത്? അവിടെ പ്രമേയം കൊണ്ടുവന്ന് ഇന്ത്യയെ ഒറ്റപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? എവിടെയും പാകിസ്ഥാൻ അനുകൂലമായ ഒരു ഘടകവും വർക്ക് ചെയ്തിട്ടില്ല. ഈവൻ ചൈന പോലും. ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല. ചൈന തീർച്ചയായിട്ടും പാകിസ്ഥാൻ അനുകൂലമായ ഒരു വലിയ നിലപാടുമായി വരും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ പറയത്തക്ക രീതിയിൽ ചൈന വന്നിട്ടില്ല. ആകെ ചൈനയും തുർക്കിയുമാണ് ഇവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നത്. എനിക്ക് ഈ അക്രമത്തെ, ഈ പാകിസ്ഥാൻ സ്പോൺസേഡായിട്ട് നടത്തുന്ന ഭീകര അക്രമത്തെ ലോകസമക്ഷം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളുടെ പ്രത്യാക്രമണത്തെ, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ഈ സംഭവ വികാസത്തെ രണ്ടായിട്ട് കാണേണ്ടി വരും. ഒന്ന്, നമ്മളുടെ മുഴുവൻ സേനയുടെയും ഐക്യത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അതിഗംഭീരമായിട്ടുള്ള, ഉജ്ജ്വലമായിട്ടുള്ള, അഭിമാനം മാത്രമുള്ള ഒരു കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു പ്രത്യാക്രമണം, ഒരു മറുപടി. അതേ സമയത്ത് അത് സേനയുടെ ഭാഗത്തു നിന്ന് വിജയിക്കുമ്പോൾ, അത് സേനയുടെ ഭാഗത്തു നിന്ന് നടപ്പാക്കി വിജയിക്കുമ്പോൾ, പരിപൂർണമായി വിജയിക്കുമ്പോൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നാം നയതന്ത്ര രംഗത്ത് ഉജ്ജ്വലമായ വിജയം കാഴ്ചവെച്ചിരിക്കുകയാണ്. കാരണം നമ്മളിത് ചെയ്തത് വിത്ത് ഡോക്യുമെൻറ്റ്സ്. പലപ്പോഴും ഒരു സെക്കൻഡിൽ ഞാൻ തീർക്കാം. പലപ്പോഴും തെളിവുകളൊക്കെ ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. നമ്മളുടെ വേൾഡിലുള്ള പല രാജ്യങ്ങളും ചോദിക്കാറുണ്ട്. പക്ഷേ തെളിവുകൾ, പാകിസ്ഥാന് തന്നെ തെളിവുകൾ വിട്ടെങ്കിലും നമ്മൾ കൃത്യമായി എന്തുകൊണ്ടാണ് നാം ഇത് ചെയ്തത്, എന്താണ് ചെയ്യാൻ കാരണം, നാം സിവിലിയനെ തൊട്ടിട്ടില്ല. നമ്മളെ ചെയ്യേണ്ടത് മാത്രം, കർത്തവ്യം മാത്രം ചെയ്തിരിക്കുന്നു. ടെററിസം ഇല്ലാതാക്കുക, ടെററിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുക എന്നതിനകത്ത് സീറോ ടോളറൻസ് ആണ് ഇന്ത്യക്ക്. അത് വളരെ കൃത്യമായി ലോകസമക്ഷം. അപ്പോൾ ഒരു ഭാഗത്ത് സേനയുടെ മറുപടി, മറുഭാഗത്ത് നയതന്ത്ര രംഗത്ത് ഭാരതം വിജയിച്ചിരിക്കുകയാണ്. അത് ഗവൺമെൻറ്റിന് വളരെ കൃത്യമായ ഒരു വിജയകരമായ ഗവൺമെൻറ്റിൻ്റെ നയതന്ത്ര രൂപീകരണം നടന്നിരിക്കുന്നു. അതുകൊണ്ട് ലോകം മുഴുവനും, സൗദി, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങൾ, അമേരിക്ക, റഷ്യ, ഏറ്റവും വലുത് ഇസ്രയേൽ, ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ അവർ ഞങ്ങളെ ആക്രമിക്കുന്നത് പോലെയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് വീണ്ടും. അപ്പോൾ എത്ര കൃത്യമാണ്! ലോകം മുഴുവനും ഇന്ത്യയോടൊപ്പം ഈ ഭീകരവാദ പോരാട്ടത്തിൽ അണിചേരുന്നു, ഇന്ത്യക്ക് വെളിയിൽ, അന്താരാഷ്ട്ര മേഖലയിൽ. എന്നാൽ ഇന്ത്യയിൽ നാളെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്നു. ഒരു സംയുക്തമായ ഒരു ഇന്ത്യയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അത് ഉജ്ജ്വലമായ വിജയമാണ്. അത് കണ്ട് പാകിസ്ഥാൻ, അവിടെ നിങ്ങൾ അല്ല അവിടെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനാണ് അഭിലാഷേ, ഇതൊന്നും കണ്ട് പഠിക്കുന്ന വർഗമല്ലെന്ന് ഈ പാകിസ്ഥാൻ. കാരണം അവർക്ക് ഇന്ത്യയുടെ ചോരയാണ് അവരുടെ ഭക്ഷണം. അവർക്ക് 1 കിലോ അരിക്ക് 340 രൂപയാണ്, 1 കിലോ കോഴിയിറച്ചിക്ക് 800 രൂപയാണ്. നാട്ടിലെ ജനങ്ങൾ അസ്വസ്ഥരാ, നാട്ടിലെ ജനങ്ങൾ പട്ടിണിയാണ്. എന്നിട്ടും ഈ ഭീകരവാദികളെ ഇങ്ങനെ തടിച്ച്, ഭീകരവാദികൾക്ക് കൊഴുപ്പ് കൊടുത്ത്, അവർക്കെല്ലാം കൊടുത്ത് ഇന്ത്യയുടെ മെക്കട്ടേക്ക് കയറാൻ ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യം തയ്യാറാവുമോ? അതുകൊണ്ട് ഇതൊന്നും പോരാ. ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ പഠിച്ചില്ലെങ്കിൽ അത് പാകിസ്ഥാന്റെ ഉന്മൂലനമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല.